കനകപ്പൂവിനിയാണ് ചന്ദന തളിർ രാസലളിതം. ഞാൻ അടിച്ചു. അയ്യോ ചൂലൂടെ അടിച്ചു പറഞ്ഞിരുന്നു ചേട്ടാ. അടിച്ചു വരും ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കു വന്നു. അത് ഞാൻ കൈകൊട്ടിക്കളി പ്രാക്ടീസ് ചെയ്തതാ. കൈകൊട്ടിക്കളി എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെല്ലാരും കൂടി പുതിയ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൈകൊട്ടിക്കളി കളിക്കാൻ പോക്കോട്ടെ? നീ പോകണ്ടെന്നാ കാണിച്ചത്. നീ പോകണ്ട. ഈ കളിയും കാര്യങ്ങളൊക്കെ നിർത്തിക്കണം, മനസ്സിലായോ? ഞാൻ ഒത്തിരി താമസിച്ചു പോയി. ഞാൻ റബ്ബർ വെട്ടാൻ പോവാതെ. ഈ സമയത്താണോ ചേട്ടാ റബ്ബർ വെട്ടാൻ പോണത്? ആ സത്യം ഇവള് പറഞ്ഞു വെളുപ്പിനെ 3 മണിക്ക് റബ്ബർ വെട്ടാൻ പോകേണ്ടത്. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഇതുപോലെ വെളുപ്പിനെ 3 മണിക്ക് റബ്ബർ വെട്ടാൻ ചെന്നപ്പോ റബ്ബറിനകത്ത് ഭയങ്കര വിഷയം. ഇതേട്ടാ ഞാൻ ടാപ്പ് ചെയ്ത് പോയപ്പോ 7ാമത്തെ റബ്ബറെന്ന് വരുന്നത് ചുമന്ന പാല്. അതേത് മരം? അത് മരമല്ല. സൂക്ഷിച്ചു നോക്കിയപ്പോ കാട്ടാനെ നിൽക്കുവായിരുന്നു. തുടക്കി നോക്കി ഞാൻ ടാപ്പ് ചെയ്തൊക്കെ വിട്ടു. ചോരയാടുമായിരുന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടാണ് കുടുകൂടാന്ന് ചോരയാടുന്നത്. ഇനി പോകുമ്പോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? എന്തിനാ? ഞാൻ കാട്ടാനേനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. അടുത്തുനിന്ന് കാണാൻ കാട്ടാന കലാഭവന്റെ ഗാനമേള ഒന്നുമല്ല. അങ്ങോട്ട് ചെന്ന് ഞാൻ നിന്നെ തുമ്പിക്കലെടുത്ത് അങ്ങനെ വട്ടം കറക്കും. അങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് നിന്നെ വലിച്ചങ്ങ് കീറും. അതവിടെ കാട്ടാൻ ശ്രമിച്ച് എല്ലാരൊന്നും പറ്റത്തില്ല. ഇതുപോലെ തന്നെയല്ല പണ്ടേ എന്റെ അച്ഛൻ വെട്ടുമ്പോ ഞാൻ ചെറുതായിരുന്നു. അച്ഛൻ നിങ്ങളെ വെട്ടിവിട്ട് ചെറുതായിക്കളഞ്ഞ? അതല്ല, എന്റെ അച്ഛൻ ടാപ്പ് ചെയ്യാൻ പോകുമ്പോഴേ ഞാൻ ചെറുതായിരുന്നു. അന്ന് അച്ഛൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ ഈ തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ പോകുമ്പോഴേ ഒരുപാട് കാട്ടാനക്കൂട്ടം ഇങ്ങനെ പരിപാടി. കൊച്ചു 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 കുഞ്ഞു ഉരുണ്ട കുഞ്ഞാനകൾ. എന്തോ കുഞ്ഞാനകളാണ് ഉരുണ്ടങ്ങ് ഇരിക്കുക. അങ്ങനെ ആ ചാച്ചനോട് പറയാം, അച്ചാച്ച എനിക്കൂടെ ഒരു ആനക്കുഞ്ഞെ എടുത്ത് തരാമോന്ന്. അതെ അച്ചാച്ചൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഒരു ആന എടുത്തോളാൻ പറഞ്ഞു. അവിടുത്തെ എന്നിട്ട് കൊച്ചു കുഞ്ഞാനെ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. വളർത്തിയില്ല. അതിന്റെ പുറത്തൊരു വെട്ടിട്ടിട്ട് ഞാൻ പൈസ ഇട്ട് ശേഖരിച്ച് കാശ് കൊടുക്കുകയായിരുന്നു. അവിടെ ഒരാൾക്ക് കഴിഞ്ഞപ്പോ പൈസ ഒന്നും കാണാനില്ല. എന്റെ മണിച്ചേട്ടനില്ലയോ, മണിച്ചേട്ടൻ ഈ കുഞ്ഞാനെ തിരിച്ചിട്ടിട്ട് അതിന്റെ തുമ്പിക്കകത്തോടെ പൈസ കുടഞ്ഞങ്ങ് എടുത്ത് കാലിയാക്കി. അല്ല ഈ പൊട്ടക്കഥയൊക്കെ എന്നോട് പറയണ എന്തിനാ? നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമാണെന്ന് അറിയത്തില്ലല്ലോ. നീ ഭാര്യയല്ലേ എന്റെ. നാട്ടുകാരോട് പറഞ്ഞാൽ കള്ളക്കഥയാ പറയുന്നത് വിചാരിക്കും. ഞാൻ പോയി വെട്ടിട്ട് റബ്ബർ വെട്ടിട്ട് വരട്ടെ. അയ്യോ എന്റെ പെൺമുടയുടെ വായ നിന്ന് പോയി എന്റെ മൂക്കിൽ സംസാരിക്കുന്നേ. എന്താ? അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാവോ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ നീ പെരുവറിലെ കുത്തിന്ന് കൂട്ടോ വിട്ടോ. അതല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അതല്ല, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്തോ അങ്ങനെ പറഞ്ഞാല്? അയ്യോ വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോ എന്റെ അച്ഛൻ കേക്കൊക്കെ മേടിക്കും, ഞങ്ങള് കേക്ക് മുറിക്കും, അമ്മച്ചി പായസം വെക്കും, അങ്ങനെയൊക്കെ. ഞങ്ങൾ ഈ കുഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ കേക്ക് മുറിക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കേക്കൊന്നും വേണ്ടാടി. കേക്ക് വേണം? കേക്കൊന്നും മുറിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ബർത്ത്ഡേ നമ്മൾ തന്നെ ആവടിച്ചാ പോരാടി. അല്ല കേക്ക് വേണം. എനിക്കൊരു 500 രൂപ. എന്താ? ഒരു 500 രൂപ കേക്ക് മേടിക്കും. നീ ചോദിക്കും പൈസ തരാൻ വേണ്ടി ഞാൻ എന്തോടി കുബേർക്കുഞ്ചിയാന്നു? പൈസ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും. അകത്ത് ഞാനൊരു ഷർട്ട് തൂക്കിയിട്ടാണ് അതിന്റെ പോക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ അകത്ത് കാശില്ല. അതൊക്കെ എടുത്തു. അപ്പുറത്തൊരു ടേബിൾ ഇല്ലയോ, അതിന്റെ വിരിക്കടിയിൽ 500 രൂപ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ എടുത്തു. അതും അങ്ങ് എടുത്തു. അടി വിറക് പറിക്കാത്ത ഷീറ്റിന്റെ അടിയിൽ 500 രൂപ വെച്ചിട്ടുണ്ട്. അത് മിനിഞ്ഞാന്ന് എടുത്തായിരുന്നു. അതെല്ലാം അങ്ങ് എടുത്തു. ഇന്ന് ഞാൻ പണിക്ക് വന്ന വീട്ടിലെ മുതലാളിയുടെ അരയിൽ കുറച്ച് പൈസ ആയിരപ്പെട്ട് അതോട് പോയി എടുത്തോണ്ട് വരാമോ നോക്ക്. കാശൊന്നും എന്റെ ഇരുന്നില്ല. നീ മാറി കേൾക്കും വേണ്ട ഒന്നുമില്ല. എനിക്ക് പോയിട്ട് വെട്ടണം. അല്ലെങ്കിൽ ഭയങ്കര പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നേരം നോക്കിയാലും ടാപ്പിങ്ങിന്റെ കത്തി ഇങ്ങനെ കക്ഷത്തിലുണ്ടാവും. എന്നെ അങ്ങ് കൊണ്ടുപോകില്ല. അങ്ങനെ ഇവിടെ പോയാലും ടാപ്പിങ്ങിന്റെ കത്തി ഇവിടെ ഉണ്ടാവും. കല്യാണ വീട്ടിൽ പോയാലും മരിച്ചോടത്ത് പോയാലും എന്തിനു പോയാലും അത് മാറ്റി വെക്കണം. പരിപാടിയില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്, ശുദ്ധനാണ്. ഇന്നലെ സിൻ ചേച്ചിനെ കൊണ്ടൊരു കേക്ക് ഓർഡർ ചെയ്യിപ്പിച്ച് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇന്ന് ഞാൻ തുണ്ടിപ്പോയേനെ. ഇങ്ങോട്ട് പോരെ. കേക്ക് ഞാൻ കേട്ടായിരുന്നു. അതല്ല ഇന്നലെ ഓർഡർ ചെയ്ത കേക്ക്. ചക്കക്കുരു കൊതിച്ച് നീയാ? എത്ര കാലോടെ കണ്ടിട്ട്. നീ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? അപ്പൊ പിന്നെ കോട്ടയത്തുള്ള വീടാ? അത് എന്റെ വീടല്ലേ? അതങ്ങനെ ശരിയാവും? എടാ ഒരു പെണ്ണിന് എപ്പോഴും 2 വീടുണ്ടാവും. ഒന്ന് ജനിച്ചു വളർന്ന വീട്, ഒന്ന് കെട്ടിച്ചുട്ട വീട്. നിന്നെ കെട്ടിച്ചുട്ടാണത്? അയ്യോ അതിശയായിപ്പോട്ടെ. ഇത്രയും കാലായി കൂടെ ഒരു സങ്കടമുണ്ട്. കൂടെ പഠിച്ച ഒരാൾ ഇത്രയും നേരമായി വീട്ടിടയിൽ വന്നിട്ട് ഒന്ന് വിരുത്താനുള്ള ഒരു ഞാൻ ചോദിക്കട്ടെ. എടാ നീ നമ്മുടെ ഇവിടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടാ? നിന്നെ മാത്രമേ കാണാറില്ലായിരുന്നു. ഇപ്പൊ അത് സന്തോഷമായി. കളക്ടർ കേക്കും കൊണ്ടുവന്ന് ഓർത്ത് ചിരിച്ചതാ. കളക്ടറാ? മനസ്സിലായില്ല. ടീച്ചർ പണ്ട് ചോദിച്ചില്ലേ വലുതാവുമ്പോ ആരാവണോന്ന്? നീ എന്താ പറഞ്ഞ ജില്ലാ കളക്ടർ ആവണോന്നല്ലേ? കളക്ടറോടെ നിക്കട്ടെ. നീ IG വിറവ് കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് നമ്മളെ കൂട്ടത്ത് പഠിച്ച രമേശ് ഉണ്ടല്ലോ, PP രമേശ്. അവ ആ കടയുടെ ബാക്കിൽ നിന്ന് വിറവ് കയറുന്നു. എന്താണല്ലേ
അവന്റെ അടുത്തും ടീച്ചർ ചോദിച്ചപ്പോ ഇതല്ലേ അവൻ പറഞ്ഞത്. ഇതൊക്കെ ഓരോരുത്തരും എവിടേക്ക് പാത്രം കഴിഞ്ഞ് വിറക് ആർക്കറിയാലോടാ. അതെ, എംഎൽഎ ഇരുന്ന് തുറ ഉടക്കനായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറത്തുണ്ടടി? നീ ഇങ്ങോട്ട് വന്നപ്പോ ഈ വീട്ടിലോട്ടുള്ള വഴിയൊക്കെ കണ്ട? അയ്യോ, എത്ര പേരെടുത്ത് ചോദിച്ചു? ഈ റബ്ബറും തോട്ടത്തിന്റെ ഇടക്ക് ഈ ഓണം കയറമൂല കിടക്കണ എനിക്ക് ഫോണാ വാട്സപ്പാ ഒന്നും അങ്ങനെയൊക്കെ ഒന്നും അറിയാൻ പാടില്ല ചേട്ടന്. ചേട്ടൻ കൊട്ടേ ചേട്ടന് ഈ മറ്റേ റബ്ബർ വെട്ടിന്റെ പണിയാണ്, ടാപ്പിംഗ് തൊഴിലാളിയാ. പുള്ളി വരട്ടെ. പാവടാ, ശുദ്ധനാടാ. പുള്ളി വന്നിട്ട് ഇന്ന് നിന്റെ കൂട്ടത്തിരുന്ന് ഈ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാ ഞാൻ പോകത്തു. ഓ ആയിക്കോട്ടെ. പിന്നെ ചേട്ടൻ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ഭയങ്കര ജീവനാണ്, സ്നേഹമൊക്കെയാണ്. പിന്നെ എന്താ പറയാ, എന്നോട് ആരും അങ്ങനെ മിണ്ടനെ ഇടപഴകണേന്ന് അങ്ങനെ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല. അങ്ങനത്തെ ചെറിയ സാധാരണക്കാരനല്ലേ, അതിനിപ്പോ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെൻഷനൊന്നുമില്ല. പിന്നെന്താ? വേറൊരു രസം ഉണ്ടായി. കഴിഞ്ഞ ദിവസം കാവിൽ ഉത്സവത്തിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ 9 ബിയിൽ പഠിച്ച മറ്റേ രതീഷില്ലേ, രതീഷ് അവൻ എന്നെ കണ്ടത് ഓടി വന്ന് ഇച്ചിരി കടല എന്റെ കയ്യിലാട്ടിങ്ങൾ വെച്ചത്. കൂടെ പഠിച്ചെന്റെ സ്നേഹം കൊണ്ടാണ്. പിന്നല്ലാണ്ട് ചേട്ടൻ കണ്ടോ, ചേട്ടൻ കണ്ടിട്ട് ഓടി വന്നിട്ട് ഇങ്ങോട്ട് ആ ചെറുക്കൻ വന്ന് നിന്റെ കയ്യെ തൊട്ടാന്ന്. ഞാൻ പറഞ്ഞേ എന്റെ കയ്യിലൊന്നും തൊട്ടില്ല. വേഗം തന്നെ ചേട്ടൻ അവനോട് വന്നിട്ട്, എടാ നീ എന്റെ പെണ്ണുമ്പിളുടെ കയ്യെ തൊട്ടാടാ. അവനും പറഞ്ഞു ഏയ് ഞാൻ തൊട്ടില്ല. അവനെന്താ കുഴപ്പം? അവനും പറഞ്ഞു ഒരേ നീയും പറഞ്ഞു തൊട്ടിട്ടില്ല. പിന്നെന്താ കുഴപ്പം? എന്താ ഇനിയാണ് രസം. എന്ത് രസം? ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് കഷത്തിൽ നിന്ന് അവരുടെ ടാപ്പിങ്ങിന്റെ കത്തി എടുത്തിട്ടില്ലേ, മറ്റേ മീൻ പറയണ പോലെ അവൻ അങ്ങോട്ട് പൂടിക്കളഞ്ഞു. അതിന്റെ കാരണം മനസ്സിലായില്ലല്ലോ. ചോര ഒഴുകി എന്ത് രസം വരുന്നത് അത് കാണാൻ. നീയും പറഞ്ഞ് ദേഹത്ത് തൊട്ടിട്ടില്ല, അവനും പറഞ്ഞ് ദേഹത്ത് തൊട്ടില്ലെന്ന്. പിന്നെ എന്തിനാ നീ അവനെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെന്താന്നറിയാമോ, ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനും അവനും ഒരുപോലെ പറഞ്ഞ ഞങ്ങള് പ്ലാൻ ചെയ്ത് പറഞ്ഞായിരിക്കും. അതും പറഞ്ഞാ പൂളിയത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല പോവല്ലേ, ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോയിരിക്കും. നീ ശരിയാവത്തില്ല. കട്ടൻ ചായ നമുക്ക് പിന്നെ കുടിക്കാം. കണ്ടതിൽ സന്തോഷം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെന്താടാ ഇത്രയും കാലം കൂടി കണ്ടിട്ട് ഒരു ദിവസം കട്ടൻ ചായ കുടിച്ച് ഞാൻ മുട്ടക്കുടലപ്പം ഉണ്ടാക്കി തരാം. വേണ്ട 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 വേണ്ട, നീ നിന്റെ ഭർത്താവും കൂടി ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചാ എനിക്ക് വയ്യ ചാവാൻ വേണ്ടി. ആ പറഞ്ഞതാണോ നിന്റെ ഭർത്താവ്? ഈ ചക്കക്കുരു കൊതിച്ച് ഞാൻ സീരിയസ് ആയിട്ട് പറയണം, നിന്നെ കാണണ്ടായിരുന്നു. ഏത് സമയത്ത് ഈ കേക്കും കൊണ്ട് വരാം. അയ്യോ മനോഹരേട്ട നേരത്തെ വന്നാ കട്ടൻ ചായ കുടിക്കാം. പിന്നെ ഒരുപാട് റബ്ബർ വെട്ടാനുണ്ടായിരുന്നേ. അതിനാണ്ട് വെട്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാലേ അടുത്ത ഷെഡ്യൂൾ തുടങ്ങും. അതിനിപ്പോ ഞാനിഞ്ഞ് പോകുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുക് ശല്യവും ഭയങ്കര ഇതും അതുകൊണ്ട്. പിന്നെ ഈ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദന. എന്തേട്ടാ ഇതെന്ത്? ഇത് കേക്ക്. കേക്കോ? ബർത്ത്ഡേക്ക് മുറിക്കണ്ട. എന്റെ ആര് കൊണ്ട് തന്ന്? ഞാൻ നമ്മുടെ സിനി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നാളെ എന്റെ ബർത്ത്ഡേ പേര് കേക്കാണ്. ചേച്ചി ഓർഡർ ചെയ്തിട്ട് ഒരു ചെറുക്കൻ കൊണ്ടും തന്നിട്ട് ഏത് ചെറുക്കനെ കൊണ്ട് തന്നത്? അത് എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചൊരു ബിനു ഉണ്ടായിരുന്നു, ബീഫ് ബിനു. അവനെ കൊണ്ടുവന്ന പോയെന്നിട്ട് അവനപ്പൊ തന്നെ പോയി. അവന് കുറെ സ്ഥലത്ത് സാധനം കൊടുക്കാനുണ്ടാവും, പോയി. അയ്യോടീ, ഇത്രയും നാളോട്ട് കൂടെ പഠിച്ച ഒരു കക്ഷി ഇവിടെ വരുമ്പോ, ഒരു കൂട്ടുകാരൻ ഇവിടെ വരുമ്പോ അവനെ അങ്ങ് പറഞ്ഞു വിടുവാന്ന് ചെയ്യേണ്ടത്. അവന് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നിൽക്കണ്ടേ? ഇന്ന് നിന്റെ പിറന്നാളല്ലയോ, അതങ്ങ് പോട്ടെ. ഈ എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്, അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ തല കറങ്ങി വീണ് ഇവിടെ പിടിച്ച് കിടത്തുക. ഞാൻ വരുമ്പോ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കാനെ കൊണ്ട് നീ അങ്ങനെ പറഞ്ഞു വിടാൻ മോശമുള്ള കാര്യമില്ല. നീ എന്തിനാടിയാ പാമ്പ് പിടിച്ച് ചേർക്കനെ പറഞ്ഞു വിട്ടത്? നിന്റെ കൂട്ടുകാരൻ എനിക്ക് കാണാൻ കണ്ണിന് ഭയങ്കര കൊതിയാടി. അത് ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് പേടിച്ചിട്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല. ചായ എടുത്തിട്ട് വരാം. ചായ എടുത്തിട്ട് വരാന്ന്. ചായ വേണ്ടെന്ന്. എടി ചായ വേണമെന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ നീ ചായ കൊടുക്കണമായിരുന്നു. അതാരാ ഇല്ലേ കൂടി പോണ? എടാ എങ്ങാണെങ്കിലും എന്ത് പറ്റി? പിറന്നാളായിട്ടുള്ള സന്തോഷം വന്നു. പിറന്നാളിന്റെ സന്തോഷം. ഞാൻ മറ്റേ കളിക്കാൻ പോണ ആരും അപ്പൊ ഇടക്കിടക്ക് സ്റ്റെപ്പ് കളിക്കാൻ പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നോട് പഠിച്ച കൂട്ടുകാരൻ ഇവിടെ വന്നു കേക്ക് കൊണ്ട് തന്നു എന്ന് പറഞ്ഞപ്പോ അവനെ പറഞ്ഞു വിട്ടത് മോശമായി പോയില്ലെന്നാ ചോദിച്ചത്. ഒരു അതിഥി വന്നപ്പോ പറഞ്ഞു വിട്ട എന്തിനാ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. എന്തായിരുന്നു? അവൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. എവിടെ? ചേട്ടന് സർപ്രൈസ് ആയിട്ട് ഒളിച്ചിക്കണേ കള്ളൻ. എവിടെ? ഇവിടെ. നല്ല വിശേഷം. എപ്പാന്ന്? ഞാൻ കൊറേ കാലമായിട്ട് ഇവിടെ തന്നെ സ്ഥിരം താമസക്കാരെ. ഞാൻ ഇപ്പായിട്ട് വന്നേ. പിന്നെ എന്റെ വൈഫിന്റെ കൂടെ പഠിച്ചാന്നൊക്കെ കേട്ടു. അതെ അതെ അതെ. ഞങ്ങൾ തമ്മിൽ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. ഓ അതെ. കാര്യം പറഞ്ഞു വരുമ്പോ എന്തായാലും പേരെന്ന് പറഞ്ഞത്? പേര് ബീപ്പ് വിനു. ബീപ്പ് വിനു. പിന്നെ ഒരു കാര്യമേ, എന്റെ ഭാര്യയെ ഞാനും കൂടെ ഒരുപാട് കാലം താമസിച്ചിട്ടാ കല്യാണം കഴിച്ചത്. അയ്യോ അതെന്താ അങ്ങനെ? നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാ കൂടെ താമസിക്കുന്നത്. അതങ്ങനെയല്ല പറഞ്ഞു വന്നത്. ഒരുപാട് കാലം താമസിച്ചിട്ട് എനിക്ക് പെണ്ണ് കിട്ടാതിരുന്നിട്ടാണ് എന്റെ ഈ സുന്ദരിക്കോറയെ ഞാൻ കല്യാണം കഴിച്ചത്. ഓക്കെ 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 കേട്ടോ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീട്ടിലില്ലാത്തപ്പോ കേക്ക് കൊണ്ട് പിന്നെ ഇവിടെ വന്നല്ലോ. അല്ല, ഞാൻ നമ്മളെ കൂടെ പഠിച്ചല്ലേ, കൂടെ പഠിച്ച കണ്ടപ്പോ ഒരു സന്തോഷം കൊണ്ട് നമ്മളെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു.
അതാ ഞാൻ ഇവരോട് പറഞ്ഞു. അതെ, 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 ഇവരോട് അതെ. പറഞ്ഞു വന്നേ അതാ. അതെ, അതെ. ഇവരോട് ഞാൻ പറഞ്ഞു വന്നേ ആ ഒരു കാര്യം പറഞ്ഞു വന്നേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതെ. ഞാൻ അങ്ങോട്ട് പോയി റബ്ബർ വെട്ട എന്റെ റബ്ബർ വെട്ടാണ് പരിപാടി. അതെ അതെ എനിക്കറിയാലോ, പറഞ്ഞായിരുന്നു ചേട്ടൻ പാവമാണ്, ശുദ്ധനാണെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസം കുറവാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഞാൻ വളരെ മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന നീ ആയകൊണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞാന്നോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയാൻ ആരുമില്ലല്ലോ. കരയാൻ ആളില്ല. അല്ല, കരയാനല്ല. അത് മാറിപ്പോ അതെന്റെ. അപ്പോഴേ ഈ ബിനുവേ ഇനി വന്നേ, ഒരുപാട് കരയും കഴിഞ്ഞാലേ എനിക്ക് നിന്നെ ടാപ്പ് ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഇനി ഞാനൊരു കാര്യം പറയാം. അയ്യോ, ഞാനും എന്റെ ഭാര്യയും കൂടെ നല്ല സമാധാനമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു വീടാണിത്. അല്ല ഞാൻ പറഞ്ഞു വരട്ടെ, അണ്ണൻ പറയട്ടെന്ന്. അണ്ണൻ പറയട്ടെ, എന്തിനാ ടെൻഷൻ അടിപ്പിക്കല്ലേ? അവനറിയാം, അവസാനിക്കാൻ പോവും, അവനറിയാം. എങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അതെ ഈ ബിനുവിനെ പോലെ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ പഠിച്ചേനാ. ബീഫ് ബിനു എന്ന് വരെ പഠിച്ചേ? അംഗനവാടി തൊട്ട് 10ാം ക്ലാസ് വരെ. അപ്പൊ ഒരുപാട് അടുപ്പം. ഞാൻ ഈ ബീഫ് ബിനു എന്നുള്ള പേരേ ഉള്ളൂ. ബീഫ് ഞാൻ കഴിക്കത്തില്ല. എന്താ കഴിച്ചാല്? കഴിച്ച എനിക്ക് ചൊറിച്ചിൽ വരും. ഈ കഴിക്കാതെ ചൊറിച്ചിൽ വരുമെന്ന് അറിയുന്നത് മൊത്തം പൊളിയാണ്. ബിനുവേ, ഞാൻ അവസാന ഘട്ടമായിട്ട് കാര്യം പറയാം. ബിനു ഒന്നും വിചാരിക്കില്ല. ഇല്ല, ഞാനും എന്റെ ഭാര്യയും മാത്രമുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് വെച്ച് എന്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നതോ എന്റെ ഭാര്യ ഇല്ലാതാവുന്നതോ അവിടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവിടെ പിറന്നാളൊക്കെ ഇല്ലാതാകുന്നതൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം. അവനെന്തിനെ കുത്തിയിട്ട് പോയ? പിന്നെ ആ ചെറുക്കനെ ക്ഷമിക്കണതിനൊരു പരിധിയില്ലേ? നിങ്ങൾ ഇപ്പൊ കുത്തു എന്ന് പറഞ്ഞവനെ ക്ഷമ നഷ്ടത്തില്ല. കുത്തൊന്നുമില്ലായിരുന്നു. കൈ കത്തി വെച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് എന്തിനാടി പിന്നെ അവൻ എന്നെ കുത്തിയത്? നിങ്ങൾക്ക് പഠിപ്പില്ല, വിവരമില്ല, കാര്യമൊക്കെ ശരിയാ. പക്ഷെ നിങ്ങൾക്ക് ഒരു സാധനം ഇച്ചിരി കൂടുതലാ. എന്തുവന്ന്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാ ഇംഗ്ലീഷാ. അതാ എനിക്ക് അറിയാതെ പോയത്.